കുടുംബം ബി.ജെ.പി. അനുഭാവികൾ. കീർത്തി സുരേഷ് ക്രിസ്ത്യാനിയെ കല്യാണം കഴിക്കുന്നതിൽ കലിപ്പെട്ട് സംഘപരിവാർ. ലവ് ജിഹാദെന്ന് ആരോപണവും. തെന്നിന്ത്യയിലെ താരറാണിയായ മലയാളി കീർത്തി സുരേഷിൻ്റെ വിവാഹ വാർത്ത പുറത്തുവന്നത് കഴിഞ്ഞ ദിവസമാണ്. സ്കൂൾ കാലം മുതൽ സുഹൃത്തായ ആന്റണി തട്ടിലാണ് വരൻ. ഇരുവരും ദീർഘകാലമായി പ്രണയത്തിലായിരുന്നെന്ന് റിപ്പോർട്ടുണ്ട്. രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടെയാണ് ഇരുവരും വിവാഹം കഴിക്കുന്നത്. കീർത്തിയുടെ വിവാഹ വാർത്ത പുറത്തു വന്നയുടൻ സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ അനുകൂലികളുടെ തെറിവിളിയും അധിക്ഷേപവുമാണ് ഇപ്പോൾ. കീർത്തി ക്രിസ്ത്യൻ വിശ്വാസിയായ ആന്റണിയെയാണ് വിവാഹം കഴിക്കുന്നത്. ആന്റണിയെ വിവാഹം ചെയ്യുന്നതിലാണ് ഇവരുടെ കലിപ്പ് മുഴുവൻ. ഇത് ലവ് ജിഹാദ് ആണെന്നും സ്വന്തം സമുദായത്തിലെ ആരെയും കിട്ടിയില്ലേ എന്നുമൊക്കെയാണ് ചിലരുടെ അധിക്ഷേപം. കീർത്തിയുടെ മാതാപിതാക്കളായ സുരേഷ് കുമാറും മേനകയും ബി.ജെ.പി. അനുഭാവികളാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മേനക ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു. ഇരുവരും ബി.ജെ.പിയുമായുള്ള അടുപ്പം പരസ്യമായി തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഇത്തരമൊരു കുടുംബത്തിനെതിരെയാണ് അതേ പാർട്ടിയുടെ അനുഭാവികൾ തെറിവിളിയുമായി എത്തിയിരിക്കുന്നത് എന്നതാണ് രസകരം. നാടുനീളെ ലവ് ജിഹാദിനെ അപലപിച്ച് നടന്നവർ ഇപ്പോൾ സ്വന്തം വീട്ടിൽ നടന്ന് അറിഞ്ഞില്ലേ എന്നാണ് സമൂഹ മാധ്യമത്തിലെ പരിഹാസം. വിവാദമായ ദി കേരള സ്റ്റോറി സിനിമയെ അനുകൂലിച്ച് സുരേഷ് കുമാർ നേരത്തെ പരാമർശം നടത്തിയിരുന്നു. അതേ വ്യക്തിയാണ് മകൾക്ക് മറ്റൊരു സമുദായക്കാരനുമായുള്ള വിവാഹം കഴിക്കാൻ അനുമതി നൽകുന്നതെന്നും സംഘപരിവാറുകാർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ അടുത്ത മാസം ഗോവയിലാണ് കീർത്തിയുടെ വിവാഹ നിശ്ചയ ചടങ്ങ്. മലയാള ചിത്രം ഗീതാഞ്ജലിയിലൂടെയാണ് നായികയായി എത്തുന്നത്. ഇപ്പോൾ തമിഴ്, തെലുങ്ക് സിനിമകളിൽ തിരക്കുള്ള താരമാണ് കീർത്തി സുരേഷ്. മഹാനടി എന്ന ചിത്രത്തിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും ഈ നടിയെ തേടി എത്തിയിരുന്നു.